അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട്, ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്തിട്ടോ ഷെഫി, ഒരുപാട് ഇഷ്ടം നിങ്ങളെ, പ്രത്യേകിച്ച് ആയിഷു. പ്രത്യേകിച്ച് ഈ ആയിഷു. കമന്റ് ഈ വായിക്കണം. കമന്റ് വായിക്കണം. ഓക്കെ, കമന്റ് വായിച്ചിട്ടുണ്ട്. ഫൗസിയ റിപ്പാര. അപ്പൊ ഏതായാലും പ്ലാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹമുണ്ട്. ഷെമിക്ക് എന്താ? എനിക്ക് ആഗ്രഹമില്ല, ഞാൻ പേടിച്ചു. കാരണം അത്ര നമ്മളൊന്നും കുറെ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്ത് ഇനിയും അങ്ങനെ ആയി പോവോ എന്നുള്ളൊരു പേടിയും. ഇനി വേണ്ട, ഉള്ളതിലൊക്കെ നല്ല അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇനി ചിലപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലേ, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല ആ കാര്യം. ബാക്കി പഠിച്ചോണ്ട് തരികയാണെങ്കിൽ വാങ്ങും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. കഴിഞ്ഞ ദിവസം ഷെമിയും ഷെഫിയും കൂടെ അവരുടെ ചാനലിൽ ഒരു Q&A ക്വസ്റ്റ്യൻ അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനാണ്, ഇനിയിപ്പം ഫ്യൂച്ചറിൽ കുട്ടിയൊക്കെ ഉണ്ടാവാനൊക്കെ അതിന് വേണ്ടിയുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല, എനിക്കതിനോട് പേടിയാണ്. കാരണം ഈ പിന്നെയും ഇങ്ങനെ ചെക്കപ്പ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എനിക്കതിനോട് പേടിയുണ്ട് എന്നുള്ളൊരു കാര്യം ഷെമി പറയുന്നുണ്ട്. പക്ഷേ ഷെഫിക്കാണെങ്കിൽ അതിനോട് താല്പര്യമുണ്ട്. ഷെഫി പറഞ്ഞൊരു കാര്യം, ആരോഗ്യമൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണും, അത് ഒരിക്കലും മാറ്റി വെക്കുന്നില്ല, അങ്ങനെ പ്ലാനൊന്നും ഇല്ല എന്നല്ല, ഉറപ്പായിട്ടും കാണുമെന്നാണ് ഷെഫി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് അതിനോട് താല്പര്യമില്ല, അതുപോലെ തന്നെ അവരുടെ പ്രായവും അത്രമാത്രം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡോക്ടറും ഇനി അതേ കണക്ക് സേഫ് ആയിരിക്കും എന്നൊന്നും പറയാൻ പോകുന്നില്ല. കാരണം അവരുടെ ഏജ് എത്രമാത്രമായിട്ടുണ്ട്. ഒന്നാമതേ അവർക്ക് അതിൻ്റെ പേടിയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഷെഫിക്കുണ്ടെങ്കിൽ അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, അവന് ഒരു എന്താ പറയുക, ഇപ്പം അതിനൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഷെമിക്ക് അതിനോട് ആഗ്രഹമില്ല, അതിനോട് പേടിയുണ്ട്. ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു കൺസേൺ എടുക്കേണ്ടതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ പോലും അതിൻ്റെ അവസാനം ചെറിയൊരു കട്ട് പോലെ വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞപ്പോൾ. അവരെന്തോ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ജീവന് തന്നെ ആപത്താവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഷെഫി അതൊന്നും ചിന്തിക്കാതാണ് ഇതേ കണക്ക് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.